കണി കാണും നേരം കമല നേത്രന്റെ പോലെ തരതാരേങ്ങണി നമ്മൾ വിഷുവിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരങ്ങളിലുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം, ഞങ്ങൾ ഇതേമാതിരി ഈ കണ്ട എല്ലാവരും ഉണ്ട്, കുറേ ആൾക്കാർ, ഇന്ന് കുറച്ച് ആൾക്കാരില്ല, പക്ഷെ എന്നാലും എല്ലാവരും കൂടി ഞങ്ങൾ വിഷു ആഘോഷിച്ച ഒരു ദിവസം. വിഷു ആഘോഷിച്ചിട്ട് ഒരു എന്താ പറയുക, വാണം, ഞങ്ങളുടെ അവിടെ വാണം എന്ന് പറയും അല്ലേ അച്ഛന്, മറ്റേ കുപ്പിയിൽ വെച്ചിട്ട് ഒറ്റ പോക്കും അല്ലേ? അതെ, അങ്ങനെ ഈ വാണം വിട്ടു. അത് വളപ്പൊട്ട് പരമല്ലേ വിട്ട്? പരമൻ വിട്ടിട്ട് വാണം കത്തി അത് പോയി. അപ്പം നമ്മളെല്ലാവരും സ്വസ്ഥമായി സമാധാനമായി മിണ്ടാതിരിക്കാൻ കേട്ടോ. പക്ഷേ ഇങ്ങനൊരു വാണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 5 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീറ്റ് പോണ വാണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? ഇത് ഒരു കാനേലി വാണം കെട്ടു പോയി, വിശ്വസിക്കില്ല ആരും പറഞ്ഞ. പക്ഷേ ഒരു ഒറ്റ പോക്ക് പോയിട്ട് എൻ്റെ ആ പീടികയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഇങ്ങനെ ഹോളുണ്ട്, ഈ മറ്റേ എയർ പോകാനുള്ളൊരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വാണം അതിനുള്ളിൽ കൂടെ കയറി ഡോറിൻ്റെ എല്ലാ ചില്ലയിലും തട്ടിപ്പോയി. അവിടെ ഒരു പാവം വെല്ലുമ ഉണ്ടായി, വയസ്സായിട്ട്, പരിപാടിയൊക്കെ ബ്രേസർ കത്തിപ്പോയിന്ന. ഇതിനകത്ത് കയറി ഈ വല്യമ്മ കടപ്രാണം കത്തിയിട്ട് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പോലും ഇത്രയും സ്പീഡിലൊരു ഇത് പോയിണ്ടാവില്ല. ഇത് സംഭവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന്, ഞാനും ആരാടാ എന്ന് പറഞ്ഞു. ഈ ഞാൻ പറഞ്ഞു, അമ്മേ ഞാനാ കലാഭമണിയാ. ഏത് മണിയായാലും നീ എന്തൊട്ട് തെമ്മാടത്തിലടച്ച ഏതാ പന്നി എന്നെ എന്നാ ആ വല്യമ്മ വിളിച്ച ചീത്ത ഇന്നും ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷുവിന് ഓരോ പടക്കം പൊട്ടിക്കുമ്പോഴും ഭയങ്കര പേടി നമുക്ക്. വിഷുവിൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരു വിഷു, ആ വിഷുവിന് ആളുടെ പേര് സുന്ദരൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ പുഴയിൽ, ഇപ്പോൾ ഇരിക്കുന്ന പുഴ ചാലക്കുടി പുഴയാണ്, ഈ പുഴയുടെ തീരത്ത് ഞാനും പിന്നെ ഒരു വറീസേട്ടൻ പാവം മരിച്ചുപോയി, പിന്നെ ഒരു ബാബു എന്ന് പേരായുള്ളൊരു പയ്യൻ, പിന്നെ സുന്ദരൻ. അങ്ങനെ സുന്ദരനും ഞാനും എല്ലാവരും കൂടി വൈകുന്നേരം ഒരു ഇതേ സമയം തന്നെ, കറക്റ്റ് തന്നെ ഇതേ സമയത്ത് ഞങ്ങൾ പുഴയിൽ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കണ്ട. അപ്പോൾ സുന്ദരൻ ഭയങ്കര ധൈര്യശാലിയാണ്. സുന്ദരനും ഞാനും എന്ന് പറഞ്ഞ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാലക്കുടി മരത്തുംപള്ളി, അതായത് വേലുപ്പള്ളി ക്ഷേത്രം, ആ വേലുപ്പള്ളി ക്ഷേത്രത്തിൽ സുന്ദരൻ പിന്നെ ചുക്കിൻ്റെ സാജു എന്ന് പറഞ്ഞൊരു ആൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ കട്ടൻ കാപ്പി വെക്കാൻ പോകും. അന്ന് കട്ടൻ കാപ്പി വെക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂള് പഠിത്തം കഴിഞ്ഞ് വന്നിട്ടുണ്ട് പോണേ. ഈ കാപ്പി കൊണ്ട് ഒരു കൈവണ്ടി ഉണ്ട്, കൈവണ്ടിയിൽ അലുമിനിയ കലം എല്ലാം ശർക്കര ചുക്ക് എല്ലാം തിളപ്പിച്ചിട്ട് കാപ്പി കച്ചവടം തുടങ്ങി. പക്ഷെ എൻ്റെ പിന്നെ ഈ കാപ്പി കച്ചവടം തുടങ്ങി, കാപ്പി എന്ത് ചെയ്ത് ആരും വാങ്ങിക്കണില്ല. 9 മണിയായി. 9 മണിയായപ്പോഴേക്കും ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമായിപ്പോയി, ദൈവം ആരും മേടിക്കണമല്ലോ. പക്ഷേ 12 മണി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കാപ്പിയുടെ ഒരു കച്ചവടം അങ്ങോട്ട് തുടങ്ങി. പിന്നെ ചുക്കാപ്പി വിൽപ്പന, ഞാൻ കാപ്പി വിറ്റുകൊണ്ട് കിടക്കണ്ട. അന്ന് കലാഭവമണി ഒന്നുമല്ല കേട്ടോ, കലാഭവനല്ല, മണിയല്ല, ആരുമല്ല, ഭയങ്കര കച്ചവടം. അപ്പോൾ ഊണ് കഴിക്കാൻ വേറെ നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു ഭക്ഷണം കഴിക്കാമെന്നുണ്ടെങ്കിൽ പൈസ വേണം. കച്ചവടം തുടങ്ങിയത് 12 മണിക്കാണ്. അങ്ങനെ ആരോ പറഞ്ഞു ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു, ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ആനക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. തലയിലൊക്കെ ഒരു കെട്ട് കെട്ടി, ആരാ? ആനക്കാരനാ? ആനക്കാരനാ താങ്കളോ? അതെ, ഞാൻ ആനക്കാരനാന്ന് പറഞ്ഞാൽ ആനക്കാരൻ്റെ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് പോയി എന്നുള്ളതാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ആരാ പറയുക, നമുക്ക് ചില വീണോടം വിഷ്ണു ലോകം എന്ന് പറയില്ല, എന്ന പോലെ തന്നെ ഒരാൾ ഞാൻ ഓർക്കണം കേട്ടോ, ഒരു എറണാകുളം സൈഡിലുള്ള ആളാണ്. ഈ പുള്ളിയുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാൾക്ക് ഭക്ഷണം ഹോട്ടലിൻ്റെ മുമ്പിൽ വെക്കും. ഇപ്പോൾ ഓരോ വ്യക്തികൾ വരും. അപ്പോൾ ഓരോ വ്യക്തികൾ വരുമ്പോഴും ഇയാൾ ചോദിക്കും, ചേട്ടാ എനിക്ക് പൈസ ഒന്നും വേണ്ട, ഈ ഹോട്ടലിൽ നിന്നൊരു ശാപ്പാടിന് ഓർഡർ കൊടുക്കാൻ പറയും. അപ്പോൾ വരുന്ന ആൾക്കാരും പറയും പൈസ ആയിട്ട് തരില്ല, നീ പിച്ചക്കാരനെ പോലെ നിൽക്കണമൊക്കെ എനിക്ക് മനസ്സിലായി, നിനക്ക് പൈസ ആയിട്ട് തരില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ശാപ്പാട് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇയാൾ പറയും മതി ചേട്ടാ,
എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ ഇയാൾ ഹലോ ഇയാൾക്കൊരു ഫുഡ് കൊടുത്തേക്ക് എന്ന് പറയും. അങ്ങനെ ഒരു ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ആൾ വരുമ്പോൾ ഇയാൾ പറയും ചേട്ടാ എനിക്ക് എന്തെങ്കിലും ശാപ്പാട് തരാമോ? പിന്നെന്താ നിനക്ക് ശാപ്പാട് ഓർഡർ ചെയ്യാലോ. അയാൾ വീണ്ടും ആളെടുത്ത് പറയും ചേട്ടാ ഇയാൾക്കൊരു ശാപ്പാട് കൊടുത്തേക്ക് എന്ന് പറയും. അങ്ങനെ ഇവൻ ഈ നിൽക്കുന്നവൻ ഓരോ ആളുകളെ പറ്റിക്കുന്ന വ്യക്തികളെ കുറിച്ച് ഞാൻ പറയണേ. ഈ ഹോട്ടലിന് ഉമ്മർത്തുന്നുകൊണ്ട് ഇവൻ അന്ന് ഓരോ വ്യക്തിയുടെ നിന്നും 10-12 ചോറ് വാങ്ങിക്കണം. ഈ ചോറ് ചേട്ടാ എനിക്ക് കാശ് വേണ്ട ചേട്ടാ, വിശന്നിട്ട് ചേട്ടാ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ മതി. അങ്ങനെ എന്നിട്ട് ഇവൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈ 12 ഫുഡ് വാങ്ങിച്ചിട്ട് ഈ 12 ഫുഡിന് അവൻ നേരം അങ്ങോട്ട് വെച്ച് മുറിക്കും. അപ്പോൾ 12 എത്രയായി? 24ആയി. 24 ഫുഡ് ഇവൻ പാക്ക് ചെയ്തിട്ട് പിന്നെ കാണുന്നത് പിന്നെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഷോപ്പടി 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 ഷോപ്പടി. ഇവൻ ഈ ഭിക്ഷയ്ക്ക് നിന്നിട്ട് ഈ ചോറും വാങ്ങിച്ചിട്ട് ഇവൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ശാപ്പാട് വിറ്റുകൊണ്ടിരിക്കുക. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങനെ ആയി പോകുന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ വിഷുവിനെ പറ്റി പറയാൻ കാരണം ഒരുപാട് അനുഭവങ്ങളുള്ള കാര്യങ്ങളെ